ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് ഓഫീസിലല്ല, പുറത്ത് ഒന്ന് ആണോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് കാറിൽ ഇരുന്ന് ചെയ്യുകയാണ്. 3 ദിവസം മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് 3 ദിവസത്തിന് ശേഷം നിഫ്റ്റി 24,100 ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്ന് ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള റിലയൻസ് ആണ് ഈ ഒരു റാലിക്ക് ചുക്കാൻ പിടിച്ചത്. കൂടാതെ തന്നെ ഫാർമ സെക്ടറും റാലിയിൽ പങ്കുചേർന്നു. സൺഫാർമയാണ് ഫാർമ സെക്ടറിൽ നിന്ന് വലിയ തോതിൽ നിഫ്റ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയത്. സെൻസെക്സ് 639 പോയിൻ്റാണ് ഇന്ന് മൂവ് ചെയ്തിട്ടുള്ളത്. 74,304 സെൻസെക്സിൻ്റെ സ്പോട്ടുള്ളത്. നിഫ്റ്റി 195 പോയിന്റ് മൂവ് ചെയ്ത് 24,000 മുകളിൽ നിഫ്റ്റിക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 24,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. വെള്ളിയാഴ്ച ദിവസം മഹാരാഷ്ട്ര ഡേ, മാർക്കറ്റ് അവധിയാണ്. കൂടാതെ തന്നെ ബുധനാഴ്ച ദിവസം യു എസിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്ന ദിവസമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് കീ ഈവൻ്റ് ആയിട്ട് നമുക്കുള്ളത്. ബാങ്ക് നിഫ്റ്റിയും 175 പോയിന്റ് മൂവ് ചെയ്ത് 56,264 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ സൺഫാർമേനെ കൂടാതെ ജിയോ ഫിനാൻസും കൂടാതെ തന്നെ വിപ്രോയും എല്ലാം തന്നെ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അദാനി പോർട്ടും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഈ പേടിഎമ്മിൻ്റെ എല്ലാം തന്നെ ഈ ലൈസൻസ് RBI റദ്ദാക്കിയെങ്കിൽ കൂടിയും 1% ഒരു ഫോള് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ പേടിഎം മാറ്റി നിർത്തിയാൽ പേടിഎമ്മിൽ ഉള്ള ചെറിയൊരു ഫോൾ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ ശ്രീറാം ഫിനാൻസും ആക്സിസ് ബാങ്ക് ഏകദേശം ഒരു 3% ഫോൾ രേഖപ്പെടുത്തി. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റും ICICI ബാങ്കും ട്രെൻഡും ഇന്ന് നെഗറ്റീവിൽ അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട ഒരു സ്റ്റോക്കുകളാണ്. എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ സൺഫാർമയുടെ ഒരു റാലിക്ക് പ്രധാനമായിട്ടുള്ളൊരു കാരണം ഓർഗനൈസേഷൻ അക്വിസിഷൻ സൺഫാർമ നടത്തിയിരുന്നു. റിലയൻസ് നമ്മൾ കണ്ടിരുന്നു. റിലയൻസിൻ്റെ ഭാഗത്തു നിന്ന് മികച്ച ഒരു റിസൾട്ടാണ്, Q4 റിസൾട്ടാണ് വന്നത്. കൂടാതെ തന്നെ ജിയോയും എല്ലാ ക്വാർട്ടറിലെ പോലെ തന്നെ ജിയോയും അവരുടെ പ്രോഫിറ്റ് ഉയർത്തിയിരുന്നു. ഈ പേടിഎമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇഷ്യൂ RBI ലൈസൻസ് കട്ടാക്കിയപ്പോൾ മൊബിക്വിക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് RBIയുടെ ഒരു അപ്രൂവൽ ലഭിച്ചു. അതുകൊണ്ട് തന്നെ മൊബിക്വിക്ക് ഇന്ന് 11% ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മളുടെ ചൂട് വളരെ ശക്തമായ രീതിയിൽ വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഈ ബ്ലൂ സ്റ്റാർ പോലെയുള്ള AC നിർമ്മാതാക്കൾ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ബ്ലൂ സ്റ്റാർ ഇന്ന് 5% ഒരു റാലി കണ്ടു. അപ്പോൾ ഇപ്പോൾ മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോലും ആളുകൾ പകൽ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത് എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഒന്ന് കെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഇറാൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യം നോക്കുമ്പോൾ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അർഗാനിയ അദ്ദേഹം റഷ്യയിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഒമാൻ പോയി അവിടെ സന്ദർശിച്ചു, നയതന്ത്ര ചർച്ചകൾ നടത്തിയതിനു ശേഷം ഇപ്പോൾ റഷ്യയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായിട്ട് ചർച്ചകൾ നടത്തുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനായിട്ട് ഇനി ഇറാൻ അവിടുത്തെ ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് വിട്ടു പോയല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ US അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എക്സ്പെക്ട് ചെയ്ത മാർക്കറ്റിൽ അങ്ങനെ അത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. കാരണം ഇപ്പോൾ നയതന്ത്ര ചർച്ചകൾ ചൂട് പിടിക്കുകയാണ്. അപ്പോൾ ഇതിനിടെ ഈ ഇറാൻ ഈ ഒരു പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്, US അയച്ചിട്ടുണ്ട്. അപ്പോൾ US ഈ ഒരു പ്രപ്പോസൽ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ന്യൂക്ലിയർ നെഗോസിയേഷൻ മാറ്റി നിർത്തി ഈ ഹോർമുസ് കടലെടുക്ക് ഓപ്പൺ ചെയ്യുക, ആ ഒരു വിഷയം മാത്രം ഇപ്പോൾ ചർച്ച ചെയ്യാം. അതിനുശേഷം യുദ്ധം തീർന്നതിന് ശേഷം ഈ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് കൈമാറുന്നതും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഒരു നിർദ്ദേശം. ഇതിനിടെ ഇറാൻ്റെ ഒരുപാട് സ്വത്തുക്കൾ US ഫ്രീസ് ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ടും ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റ്, ഇപ്പോൾ സ്ക്രീൻഷോട്ട് കാണിക്കുന്നില്ല, ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസം US നാസ്ഡാക്ക് എല്ലാം തന്നെ ശക്തമായ രീതിയിൽ അവിടുത്തെ NVIDIA ഉൾപ്പെടെയുള്ള കമ്പനീസ് മൂവ് ചെയ്തതുകൊണ്ട് ഓൾ ടൈം ഹൈയിലാണ് ഉള്ളത്. ഇതിനിടെ ഈ ലെബനാനിലും സീസ് ഫയർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ലെബനാനിൽ പുതിയതായിട്ട് ഇസ്രായേലിലെ എയർ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, 14 പേര് കൊല്ലപ്പെട്ടു എന്നുള്ള ന്യൂസുകളെല്ലാം തന്നെ ഈ ലെബനാനിൻ്റെ ഭാഗത്തുനിന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് ഓഫ് നൗ
ഏത് നിമിഷവും ഒരു യുദ്ധം തീരുമെന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ന്യൂസുകൾ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മാർക്കറ്റ്. അതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് 24,000-ന് മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് നിന്നത്. ശരിയാണ്, 3 ദിവസം മാർക്കറ്റ് ഫോളോ ചെയ്തെങ്കിൽ കൂടിയും ഇന്ന് ഒരു വലിയ പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്കൊന്നും മാർക്കറ്റ് പോയിട്ടില്ല. എനിവേ നമ്മളെ മാർക്കറ്റിനെ സംബന്ധിച്ച് റിലയൻസ് പോലെയുള്ള ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലെ മികച്ച റിസൾട്ട് ഉണ്ട്. മുന്നോട്ട് ഇനി ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ശുഭകരമായിട്ടുള്ള വാർത്തകൾ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.